ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് വേറെ ഒന്നുമല്ല, ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓണക്കല്ല വരുന്നത്. അപ്പോൾ ഞങ്ങളൊരു ഓണം ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ 4 പേരും കൂടിയിട്ട് ആദ്യമായിട്ടാണ് ഷോപ്പിംഗ് ചെയ്യാൻ പോകുന്നത്. സാധാരണ ഞങ്ങൾ ഓണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഞാനും മക്കളും പോകാറ്, അല്ലെങ്കിൽ ചേട്ടനും ഞാനും മാത്രമാണ് പോകാറ്, മക്കളെ കൊണ്ടുപോകാറില്ല. അപ്പോൾ ഇപ്രാവശ്യം ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ 4 പേരും കൂടി ഒന്നിച്ചാണ് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഞങ്ങളിതേ പോയോണ്ടിരിക്കണം കേട്ടോ. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഞാനും മോളും കൂടിയിട്ടാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മുനിസിപ്പാലിറ്റി കട കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ കടയിൽ നിന്നാണ് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ ചെന്നപ്പോഴത്തേക്കല്ലേ ഇതാണ് അവസ്ഥ. ഏതെടുക്കണം, എങ്ങനെ എടുക്കണം എന്നൊന്നും അറിയാത്ത അന്തും കുന്തും ഇല്ലാത്ത മക്കളാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. അവളോട് ചോദിച്ചപ്പോൾ അവൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇവിടെ നല്ല അത്യാവശ്യം കളക്ഷൻ ഉണ്ട്, പിന്നെ അതിനനുസരിച്ചുള്ള വാല്യൂം ഉണ്ട് കേട്ടോ. അപ്പോൾ മോള് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേഗം വേഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ മെയിനായിട്ട് പോകുന്നത് എനിക്ക് ഡ്രസ്സ് എടുക്കാനാകുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും ഇൻസ്റ്റാഗ്രാം തുറന്നാൽ നമ്മുടെ ഏറ്റവും ഫേമസ് ആയ കടയിൽ നിന്നാണ് ഞാൻ ഡ്രസ്സ് എടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ അവരുടെ കസ്റ്റമറാണ്, റെഗുലർ കസ്റ്റമറാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ് അവരുടെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതാ കട എന്ന്. വേറെ ഒറ്റ കടയല്ല, നമ്മുടെ കുർത്തി വേൾഡാണ് കേട്ടോ. കോട്ടൺ വേൾഡിൻ്റെ തൊട്ടപ്പുറത്തുള്ള കുർത്തി വേൾഡാണ്. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ 2-3 ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടു. അപ്പോൾ മോളെടുത്ത ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതാ എടുത്തതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ കമൻറ്റ് ഒക്കെ നോക്കാമല്ലോ ശരിയായൊന്ന്. അത് കഴിഞ്ഞ് കുർത്തി വേൾഡിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞത് ഞങ്ങൾ പച്ചക്കറി മേടിക്കാൻ വന്നേക്കാണ് ശക്ത മാർക്കറ്റിൽ. അപ്പോൾ പച്ചക്കറിയൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ടോ. മേടിച്ച് കഴിഞ്ഞ് ഇറങ്ങിയ നേരത്താണ് കണ്ടത് നല്ല മഴ, അത്യാവശ്യം മഴ ഞങ്ങൾക്ക് കിട്ടിയിട്ടോ. അപ്പോൾ ഞങ്ങളുടെ എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്, എൻ്റെയും മക്കളെയും മാത്രമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സിങ് ഒക്കെ കഴിഞ്ഞ് എടുക്കലൊക്കെ കഴിഞ്ഞ് ഓരോ സെക്ഷൻ കഴിഞ്ഞ് വണ്ടിയിൽ കയറി വണ്ടി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഞങ്ങൾ പോകുന്നത് വേറെ എവിടേക്കുമല്ല, നമ്മുടെ തൃശ്ശൂരുകാരുടെ സ്വന്തം സീമാസിലേക്കാണ്, സീമാസ് കളക്ഷൻസിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് ചേട്ടൻ്റെ മക്കൾക്ക്, അതായത് ചേച്ചിയുടെ കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കണമല്ലോ, എന്താ എടുക്കാഞ്ഞി എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞു ഷർട്ടിനൊക്കെ നമുക്ക് ലാഭം സീമാസാണ്, സീമാസിൽ നിന്ന് എടുക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ വീണ്ടും പുറപ്പെട്ട് കിഴക്കേക്കോട്ട എത്തിയപ്പോൾ അത്യാവശ്യം മഴ കാരണം തോന്നുന്നു ചെറിയൊരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെ മഴ കാരണം ഞങ്ങൾ വേഗം വണ്ടിയിൽ നിന്ന് വേഗം ചാടി ഇറങ്ങിയിട്ടോ. കാരണം വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല, അധികം നേരം നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ സെക്യൂരിറ്റിക്കാരൻ വന്ന് ഞങ്ങളെ പക്കറ്റ് കാല് വയ്ക്കും. അത് കാരണം ഞങ്ങൾ വേഗം വണ്ടി നിർത്തി ഞാനും മക്കളൊക്കെ ഇറങ്ങിയിട്ട് മഴ ചെറുതായിട്ട് ചാറിനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വേഗം ഓടി കയറി സീമാസിലേക്ക്. അങ്ങനെ സീമാസിലേക്ക് ഞങ്ങൾ ചാടി ഓടി എത്തി. അവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞിട്ടോ. അപ്പോൾ സീമാസിലത്തെ പർച്ചേസിംഗ് ഒക്കെ വേഗം കഴിഞ്ഞു. അങ്ങനെ ഞാനും ചേട്ടനും മോളും ആദ്യമായിട്ട് പോകാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാനും മോളും ബാക്കിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാനാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഓണത്തിൻ്റെ ഷോപ്പിംഗ് ഏകദേശം കംപ്ലീറ്റ് ആയി. ഫാമിലിക്കൊക്കെ എടുത്തത് കംപ്ലീറ്റ് ആയിട്ടോ. ഡ്രസ്സും കാര്യങ്ങളൊക്കെ കവറൊക്കെയാണ് കയ്യിൽ. ഡ്രസ്സ് എടുക്കാൻ വന്ന പിന്നെ നമുക്ക് ഫുഡ് മസ്റ്റാണല്ലോ ബിക്കിലേ എന്ന് പറഞ്ഞ പോലെയാണ് ഞങ്ങൾ മസാല ദോശ ഓർഡർ ചെയ്തു. മോള് മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. പിന്നെ നമ്മുടെ തൃശ്ശൂരുകാരുടെ അല്ല, മലയാളികളുടെ സ്വന്തം അഹങ്കാരമായ പൊറോട്ടയും ബീഫുമാണ് ഞാനും മോളും ചേട്ടനും ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പൊറോട്ടയും ബീഫൊക്കെ. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലുള്ള അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.